പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഫയർഫോക്സിൻ്റെ റാപ്പിഡ് 21X എന്ന് പറയുന്ന ഹൈബ്രിഡ് സൈക്കിളാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. 23,000 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഓർഡർ ചെയ്ത് 1 വീക്കിനുള്ളിൽ സൈക്കിൾ വന്നു. ഈ ബോക്സിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ അറിയാം, സൈക്കിൾ ഫുൾ ഇതിൽ ഫിറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. പെഡൽ ഫിറ്റ് ചെയ്യണം, ഹാൻഡിൽ സ്ട്രൈറ്റ് ആക്കണം, ഇത്രയും ചെയ്താൽ മതി. അൺബോക്സ് ചെയ്യാം, ബോക്സിനകത്തുനിന്ന് സൈക്കിൾ പുറത്തെടുക്കാം. ഇങ്ങനെയാണ് സൈക്കിൾ പാക്ക് ചെയ്ത് വരുന്നത്. 2 വീല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പാക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇങ്ങനെ പൊസിഷൻ ചെയ്ത് വരുന്നതാണ്. അത് അഴിച്ച് കറക്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ സീറ്റ് ടൈറ്റ് ചെയ്യണം, പെഡൽ ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ഹാൻഡിലും പെഡലുമാണ് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്. ഹാൻഡിൽ സ്ട്രൈറ്റ് ആക്കി ഇനി പെഡൽ ഫിക്സ് ചെയ്യണം. സൈക്കിളിൻ്റെ അസംബ്ലി ഗൈഡും യൂസർ മാനുവലെല്ലാം ഇതിലുണ്ട്. സൈക്കിൾ ഫിക്സ് ചെയ്യാനുള്ള ഫിറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഇതിൽ വരുന്നുണ്ട്. ഓൾറെഡി ഉള്ള ടൂൾസ് വെച്ചാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. ഇതിൽ ടൂൾസ് വരുന്നുണ്ട്. പെഡൽ പ്ലാസ്റ്റിക് പെഡലാണ്. ഫയർഫോക്സിൻ്റെ റാപ്പിഡ് നമ്മൾ ഇപ്പോൾ റൈഡ് ചെയ്ത് നോക്കി. റൈഡ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കിള്. ഈ സൈക്കിളിന് വില വരുന്നത് 23,000 ആണ്. 23,000 രൂപയാണ് ഈ സൈക്കിളിൻ്റെ വില. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഗ്രേ കളറും പിന്നെ ഒന്ന് റെഡ് കളറും. ഇത് ഫുൾ അലോയ് ഫ്രെയിം സൈക്കിളാണ്. 4 അലോയ് ആണ്. അലോയ് ക്രാങ്കാണ്. 735 ഡബിൾ വോൾ അലോയ് വീലുമാണ് ഇതിന് വരുന്നത്. ടയർ ഫയർഫോക്സിൻ്റെ തന്നെ 735 സൈസ് ടയറാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് പോസ്റ്റാണ്. അത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാനിത് റൈഡ് ചെയ്തിട്ട് എനിക്ക് ഹൈറ്റ് കുറച്ച് കുറവ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി കംഫർട്ട് പൊസിഷനിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ട് പൊസിഷനിൽ റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, റിയർ ഡീറെയിലറിന് ഒരു പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. നമ്മൾ സൈക്കിൾ ആക്സിഡൻ്റലി ചരിഞ്ഞ് വീഴുവോ, നമ്മളെവിടെയെങ്കിലും സ്റ്റാൻഡ് ഇട്ട് വെക്കുമ്പോൾ തന്നെ സൈഡിലേക്ക് ചരിഞ്ഞ് വീഴുവോ, വേറൊരു സൈക്കിൾ ഒന്ന് തട്ടുകയോ ഒക്കെ ചെയ്താൽ പോലും ഡീറെയിലർ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രൊട്ടക്ഷൻ കേജ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് വരുന്നത് മൈക്രോ ഷിഫ്റ്റിൻ്റെ TS38 എന്ന് പറയുന്ന മോഡൽ ഷിഫ്റ്റേഴ്സാണ് റിയറും ഫ്രണ്ടും. അലോയ് ക്രാങ്ക് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 48, 38, 28 സൈസിലാണ് ആ 3 സ്പീഡ് ക്രാങ്ക് വരുന്നത്. റിയറിൽ വരുന്നത് കസറ്റ് അല്ല, ഫ്രീ വീലാണ്. 14, 28 സൈസ് ഫ്രീ വീലാണ് വരുന്നത്. ഡ്രൈവ് ട്രെയിൻ ഫുള്ളായിട്ട് വരുന്ന മൈക്രോ ഷിഫ്റ്റാണ്. ഫ്രണ്ട് ഡീറെയിലർ M22 എന്ന് പറയുന്ന മോഡലും റിയർ ഡീറെയിലർ M21 എന്ന് പറയുന്ന മോഡലുമാണ്. ഇത് ചെയിൻ KMCയുടെ 7 സ്പീഡ് ചെയിനാണ്. സൈക്കിൾ ഞാൻ ചവിട്ടി നോക്കിയിട്ട് എനിക്ക് നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുൾ അലോയ് സൈക്കിൾ എന്നുള്ള രീതിയിൽ ഒരു 23 റേഞ്ചിൽ വരുന്നതിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ സീറ്റിന് വന്നിരിക്കുന്ന കുഷ്യൻ നല്ല കംഫർട്ടുണ്ട്. റൈഡ് ചെയ്തിട്ട് നല്ല സുഖമുണ്ടിരിക്കാൻ. ഇതിന് 1-2 കുറവുകൾ എനിക്ക് ഫീൽ ചെയ്തു. അതൊന്ന് വി ബ്രേക്സ് ആണ്. ഇതിന് വന്നിരിക്കുന്നത് സ്പാർക്കിളിൻ്റെ വി ബ്രേക്സ് ആണ്. ഇപ്പോൾ എല്ലാ സൈക്കിൾ വരുന്നതും ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് ഇതിന് വി ബ്രേക്സ് എനിക്കൊരു കുറവ് പോലെ ഫീൽ ചെയ്തു. വി ബ്രേക്സ് ആയതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈസി മെയിൻ്റനൻസ് ആണ്. ഇപ്പോൾ ബ്രേക്ക് കുറവാണെങ്കിൽ അതിൻ്റെ പാഡ് മാറ്റണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഡിസ്ക് ബ്രേക്ക് വരുമ്പോൾ അത് ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ് അതിൻ്റെ പാഡ് മാറ്റലും കാര്യങ്ങളുമൊക്കെ. പിന്നെ ഈ ടോപ്പ് ട്യൂബിൻ്റെ താഴെ 3 കേബിൾ പോകുന്നുണ്ട്. ബ്രേക്കിൻ്റെതും ഫ്രണ്ട് ബാക്ക് ഡീറെയിലേഴ്സിൻ്റെ കേബിൾ. ഡിസൈനിലുള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിന് വരുന്ന ഹാൻഡിൽ ബാറും സീറ്റ് പോസ്റ്റും സ്റ്റീലാണ് എന്നുള്ളതും ഒരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫയർഫോക്സ് റാപ്പിഡിൻ്റെ റിവ്യൂ ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത ആഴ്ച അടുത്തൊരു സൈക്കിളിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ.